ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത്. ഫോഡോ ആണവ നിലയത്തിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഇറാനിൽ ഭൂചലനം രേഖപ്പെടുത്തി. ആക്രമണം ശക്തമായി തുടരുകയാണ്. വെടിനിർത്തലിന് തയ്യാറല്ലെന്നും ആക്രമണം തുടരുമെന്നുമാണ് ഇറാന്റെ നിലപാട്. വൻതോതിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പ്രതിരോധിച്ചതായി ഇസ്രയേലും വ്യക്തമാക്കുന്നുണ്ട്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരാൻ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണത്തെ തുടർന്ന് ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ പലായനം ചെയ്യാൻ ആരംഭിച്ചു. ഫോർഡോ ആണവ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് റിക്ടർ സ്കെയിലിൽ 2.5 രേഖപ്പെടുത്തിയ ഭൂചലനവുമുണ്ടായി. വെള്ളിയാഴ്ച വൻതോതിൽ ഈ നിലയത്തിൽ ആക്രമണം നടന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും സ്ഥിരീകരിച്ചിരുന്നു. ആണവ ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകൾ. ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളം അടച്ചു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 406 മരണങ്ങൾ സംഭവിച്ചതായി ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ചെയ്യുന്നു. ഇറാനെപ്പോലെ സാധാരണക്കാരെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി. ഖമേനിയെ വധിക്കാനുള്ള ഇസ്രയേൽ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ട് തടഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. യമനിലെ ഹൂതി ഭീകര കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയതായി പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. ഹൂതി നേതാവ് മുഹമ്മദ് അൽ ഖമറിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഖുദ്സ് ഫോഴ്സ് ആസ്ഥാനവും ഇസ്രയേൽ ആക്രമിച്ചു. ടെഹ്റാനിലെ ആസ്ഥാനമാണ് ആക്രമിച്ചത്. ഭീകര സംഘടനകളെ പരിശീലിപ്പിക്കുന്ന സൈനിക വിഭാഗമാണ് ഖുദ്സ്. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ആക്രമണമാണ് നടന്നത്. സേനാ മേധാവി മൊഹ്സിൻ ബക്രി, ഉപമേധാവി അബു അൽ ഫദൽ നിക്യുയ് എന്നിവർ കൊല്ലപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കെസ്മി, ഉപമേധാവി മുഹമ്മദ് ഹസൻ മൊഹൈഖ് എന്നിവർ ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ 1/3 മിസൈൽ ലോഞ്ചറുകൾ തകർത്തുവെന്നും ഇസ്രയേൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.